എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ലേ? ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളത് ഭാഗ്യം. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതിനിപ്പോ എന്താ വേണം? കോച്ചേട്ടൻ തലേ കുത്തിക്കണം അവിടെ. അയാളുടെ സൗകര്യമില്ലേ അത്? പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം എന്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി. രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാ നടക്കുന്നവന്മാരല്ലേ എന്താ അഭിപ്രായം പറയാം? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. എന്നെ പറ്റി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് യോഗ്യതയുള്ളതെന്ന്. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ R ബാലകൃഷ്ണപിള്ളയാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. അദ്ദേഹം ശ്രീ KB ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞൊരു ആരോപണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ KB ഗണേഷ് കുമാർ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.